ഹലോ ഇൻവെസ്റ്റർ, ദിസ് ഇസ് സിയാദ് ഇലിക്കൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മ്യൂച്വൽ ഫണ്ടുകളെ കുറിച്ചാണ്. മ്യൂച്വൽ ഫണ്ടിൽ നമ്മൾ നിക്ഷേപിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെ റേഷ്യോസ് ആണ് നോക്കേണ്ടത്, മ്യൂച്വൽ ഫണ്ടിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ്, ചെയ്യേണ്ടാത്ത കാര്യങ്ങൾ എന്താണെന്നെ കുറിച്ചുള്ള വിശദമായിട്ടുള്ള ഒരു വിവരണമാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യമായിട്ട് എന്താണ് മ്യൂച്വൽ ഫണ്ട്? ഇപ്പോഴും ആളുകൾക്ക് മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ചിട്ടുള്ള കൃത്യമായ ധാരണ ഒരു ചെറിയൊരു കുറവുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് നേരെ മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. നമുക്കറിയാം, സ്റ്റോക്ക് മാർക്കറ്റിൽ നമുക്ക് ഓരോ സ്റ്റോക്കുകളിലും ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താം. അത് ആ സ്റ്റോക്കുകളിൽ നടത്തുന്ന പഠനത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ആ ഒരു സ്റ്റോക്കിൽ റിട്ടേൺ ലഭിക്കുന്നതാണ്. ആ ഒരു സ്റ്റോക്കിൽ നല്ലൊരു സമയത്താണ് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയത് എങ്കിൽ ആ സ്റ്റോക്കിൻ്റെ വില ഉയർന്നു പോകുമ്പോൾ ആ സ്റ്റോക്കിൽ നിന്ന് നമുക്ക് റിട്ടേൺ ലഭിക്കും. ആ സ്റ്റോക്കിൻ്റെ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിനോ അല്ലെങ്കിൽ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിനോ ലഭിക്കും എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. എന്നാൽ ഇത്തരം സ്റ്റോക്കുകളെ, നല്ല സ്റ്റോക്കുകളെ, മുകളിലേക്ക് കയറിപ്പോകുന്ന സ്റ്റോക്കുകളെ കണ്ടെത്തുക എന്ന് പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ സാധാരണക്കാരായ ആളുകൾക്ക് ഇത്തരത്തിലുള്ള റാലി, അതായത് മുകളിലേക്ക് ശക്തമായിട്ട് വളർച്ചയുള്ള സ്റ്റോക്കുകളെ കണ്ടെത്തുന്നതിൽ പലപ്പോഴും നമ്മൾ പരാജയപ്പെടാറുണ്ട്. അവിടെയാണ് മ്യൂച്വൽ ഫണ്ടിൻ്റെ ഒരു ആശയം അല്ലെങ്കിൽ ആ ഒരു സ്കോപ്പ് ഉള്ളത്. മ്യൂച്വൽ ഫണ്ടിൽ ഈ ഒരു ജോലി നമ്മൾ മ്യൂച്വൽ ഫണ്ട് കമ്പനിക്കാണ് കൊടുക്കുന്നത്. വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, നമ്മൾ കുറച്ച് കാശ് ഒരു കമ്പനിക്ക് കൊടുക്കുന്നു. അതൊരു മ്യൂച്വൽ ഫണ്ട് കമ്പനിയാണ്. അത് ആ മ്യൂച്വൽ ഫണ്ട് കമ്പനിയിലേക്ക് നമ്മളിപ്പോഴുള്ള ഒരുപാട് ആളുകൾ ഇങ്ങനെ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ മ്യൂച്വൽ ഫണ്ട് കമ്പനിക്ക് ഒരുപാട് പൈസ കിട്ടുന്നു. അപ്പോൾ അവർ ആ ഒരു പൈസ വെച്ചിട്ട് അവിടെ വ്യക്തമായിട്ടുള്ളൊരു പഠനം വെച്ചിട്ട് മാർക്കറ്റിലുള്ള സ്റ്റഡി നടത്തി അവിടെ ഫണ്ട് മാനേജർ ഉണ്ടാവും. ഈ ഫണ്ട് മാനേജർ അദ്ദേഹത്തിൻ്റെ നോളജും ഈ മാർക്കറ്റിലുള്ള പഠനം നടത്തിയതിൻ്റെ ഫലമായിട്ട് അദ്ദേഹം വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് സ്റ്റോക്കുകളിലേക്ക് നിക്ഷേപിക്കും. അതിനുശേഷം നമ്മൾ നിക്ഷേപിച്ച തുകയിലെ റിട്ടേൺ നമുക്ക് ലഭിക്കുമെന്നുള്ളതാണ് മ്യൂച്വൽ ഫണ്ടിൻ്റെ ഒരു പ്രത്യേകത. ഇവിടെ ഈ സ്റ്റോക്കിൽ നേരിട്ട് നിക്ഷേപിക്കുന്നതും നമ്മൾ ഈ മ്യൂച്വൽ ഫണ്ട് കമ്പനീസിൽ നിക്ഷേപിക്കുന്നതിൽ വളരെയധികം ഒരു വ്യത്യാസമുണ്ട്. റീസൺ നമ്പർ 1 എന്ന് പറയുന്നത്, നമ്മൾ നേരിട്ട് ഈ ഒരു കമ്പനിയിൽ പഠനം നടത്തുന്നില്ല, മറിച്ച് നമ്മൾ പഠനം നടത്താനായിട്ടും ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനായിട്ടും ഒരു പ്രത്യേകമായിട്ടുള്ള മ്യൂച്വൽ ഫണ്ട് കമ്പനിയെ ഏൽപ്പിക്കുന്നു. അപ്പോൾ അവിടെ അവർ ഈ മാർക്കറ്റിൽ ഡെയിലി ഇൻവോൾവ് ചെയ്യുന്ന ആളുകളാണ്, മാർക്കറ്റിൽ സ്റ്റഡി നടത്തുന്ന ആളുകളാണ്, ഫണ്ട് മാനേജേഴ്സാണ്. ഈ ഒരു സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്ന മേഖലയിൽ വ്യക്തമായ നൈപുണ്യം തെളിയിച്ച ആളുകളാണ്. അവർക്ക് നമ്മളെക്കാൾ കൂടുതൽ പെർഫോമൻസ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കാര്യം, മാർക്കറ്റിൻ്റെ ഉയർച്ച താഴ്ചകളിൽ നമ്മൾ ടെൻഷൻ എടുക്കാതെ അവരവരുടെ ജോലി ചെയ്യുമെന്നുള്ള കാര്യമാണ് ഒന്നാമത്തെ ഗുണം. രണ്ടാമത്തെ ഗുണം, നമ്മളുടെ കയ്യിലുള്ള ലിമിറ്റഡ് പൈസ കൊണ്ട് നമുക്ക് 1-2 സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ പറ്റിയേക്കാം അറ്റ് എ ടൈം. എന്നാൽ അവിടെ മ്യൂച്വൽ ഫണ്ടിൽ സംഭവിക്കുന്നത്, നമ്മളുടെ ഒരു 5000 രൂപ അല്ലെങ്കിൽ നമ്മളുടെ ഒരു 1000 രൂപ അല്ലെങ്കിൽ നമ്മളുടെ ഒരു 100 രൂപ ഇവർ പല കമ്പനീസിലായിട്ടാണ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളുടെ പൈസ ഒരുപാട് ടൈപ്പ് ഓഫ് കമ്പനിയിൽ പോകും. അതിൽ ബാങ്ക് പെടും, ഓട്ടോമൊബൈൽ പെടും, അതല്ലെങ്കിൽ IT പെടും. അങ്ങനെ വ്യത്യസ്തമായ സെക്ടറുകളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമെന്നുള്ളത് കൊണ്ട് നമുക്കിവിടെ പോർട്ട്ഫോളിയോയിൽ ഡൈവേഴ്സിഫിക്കേഷൻ കിട്ടുമെന്നുള്ളതാണ് മ്യൂച്വൽ ഫണ്ടിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അപ്പോൾ നമ്മളുടെ നിഫ്റ്റി മുകളിലേക്ക് പോകുന്നതനുസരിച്ച് മ്യൂച്വൽ ഫണ്ടും മുകളിലേക്ക് പോകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് മ്യൂച്വൽ ഫണ്ട് ആർ സബ്ജക്റ്റ് ടു മാർക്കറ്റ് റിസ്ക് എന്ന് പറയുന്നത്. അതായത് മാർക്കറ്റിൽ വളരെ ശക്തമായിട്ടുള്ളൊരു ഇടിവ് രേഖപ്പെടുത്തുമ്പോൾ ഈ ഒരു മ്യൂച്വൽ ഫണ്ടിൽ നമ്മൾ നിക്ഷേപിച്ച തുകയിൽ ചെറിയൊരു ഇടിവ് കണ്ടേക്കാം. എന്നാൽ ലോങ് ടൈമിലേക്ക് മാർക്കറ്റ് മുകളിലേക്ക് പോകുമ്പോൾ നമ്മുടെ മ്യൂച്വൽ ഫണ്ട് കോമ്പൗണ്ട് ഗ്രോത്ത് നൽകുമെന്നുള്ളതാണ് ഏറ്റവും വലിയ മ്യൂച്വൽ ഫണ്ടിൻ്റെ ഒരു പ്രത്യേകത. കോമ്പൗണ്ട് ഗ്രോത്ത് എന്ന് പറയുന്നത്, നമ്മൾ നിക്ഷേപിച്ച ആ ഒരു കമ്പനിയിൽ റിട്ടേൺ കിട്ടുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു കമ്പനി നല്ല രീതിയിൽ പെർഫോമൻസ് ലഭിക്കുമ്പോൾ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത ആ ഒരു മ്യൂച്വൽ ഫണ്ടിൻ്റെ ആ ഒരു ഗ്രോത്ത് വർദ്ധിക്കുകയും ഇവർ ഇതിലേക്ക് റീഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നത് കൂടി നമുക്ക് ഇരട്ടി പ്രോഫിറ്റ് ഉണ്ടാകുമെന്നുള്ളതാണ് കോമ്പൗണ്ട് ഗ്രോത്തിൻ്റെ ഒരു പ്രത്യേകത. ഇതാണ് മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ച് വളരെ സിമ്പിളായിട്ട് പറയാനാണെങ്കിൽ. അതായത് നമ്മൾ നേരിട്ട് നിക്ഷേപിക്കുന്നില്ല, വേറൊരു കമ്പനി നമുക്ക് വേണ്ടി നിക്ഷേപിക്കുന്നു. അങ്ങനെ നിക്ഷേപിക്കുമ്പോൾ കുറച്ചധികം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നമ്പർ 1 ആയിട്ടുള്ള കാര്യം, നമ്മളുടെ ഈ ഒരു കമ്പനി നമ്മൾക്ക് വേണ്ടിയിട്ടാണല്ലോ ഇവർ നിക്ഷേപം നടത്തുന്നതും നമുക്ക് വേണ്ടിയിട്ട് മാർക്കറ്റിൽ സ്റ്റഡി നടത്തുന്നതും. അതുകൊണ്ട് തന്നെ ഈ ഒരു കമ്പനി നമ്മൾക്ക് ഉണ്ടാക്കുന്ന റിട്ടേണിൻ്റെ പുറത്ത് ഒരു ചെറിയ
ഫീസ് ഈടാക്കുന്നുണ്ട്. ഈ ഒരു ഫീസിൻ്റെ പേരാണ് എക്സ്പെൻസ് റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ എക്സ്പെൻസ് റേഷ്യോ എന്ന് കണ്ട ഇനി മുതൽ നമ്മൾ എന്താണ് ഈ എക്സ്പെൻസ് റേഷ്യോ എന്ന് കരുതി നമ്മൾ എന്താണ് സംശയിക്കേണ്ട കാര്യമില്ല. എക്സ്പെൻസ് റേഷ്യോ വളരെ സിമ്പിളാണ്. ഈ മ്യൂച്വൽ ഫണ്ട് കമ്പനീസ് നമ്മളുടെ ഈ ഫണ്ട് മാനേജ് ചെയ്യാനായിട്ട് എടുക്കുന്ന ഈ മ്യൂച്വൽ ഫണ്ട് കമ്പനീസിന് സാലറി കൊടുക്കണം, എംപ്ലോയീസിന് മാർക്കറ്റ് സ്റ്റഡി നടത്തണം, അതിന് വേണ്ടിയിട്ട് കമ്പ്യൂട്ടർ വേണം, പല രീതിയിലുള്ള മാർക്കറ്റിംഗ് പ്രൊഡക്റ്റുകൾ വേണ്ടിയേക്കാം. അത് അവർ എവിടെ നിന്നാണ് എടുക്കുന്നത്? നമ്മളുടെ നിക്ഷേപത്തിൽ നിന്നാണ് എടുക്കുന്നത്. അതിൻ്റെ പേരാണ് എക്സ്പെൻസ് റേഷ്യോ. ഇനി അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് AUM നമ്മൾ കേട്ടിട്ടുണ്ട്. എന്താണ് AUM? ഈ മ്യൂച്വൽ ഫണ്ട് കമ്പനി ഈ ഇതുപോലെയുള്ള മ്യൂച്വൽ ഫണ്ട് കമ്പനി ഒരുപാടുണ്ടല്ലോ. അപ്പോൾ ഈ മ്യൂച്വൽ ഫണ്ട് കമ്പനിയുടെ കപ്പാസിറ്റി നമ്മൾ നോക്കാനായിട്ട് എത്രമാത്രം ഫണ്ടാണ് ഇവർ മാനേജ് ചെയ്യുന്നത് എന്ന് കാണിക്കുന്നതാണ് അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ്, അതല്ലെങ്കിൽ AUM എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൂന്നാമതായിട്ട് നമുക്കറിയേണ്ടത് വളരെ സിമ്പിളായിട്ട് ഈ മ്യൂച്വൽ ഫണ്ട് കമ്പനി എത്രമാത്രമാണ് റിട്ടേൺ ജനറേറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് കാണാനായിട്ട് ഇവരുടെ CAGR നമുക്ക് പരിശോധിച്ചാൽ ഈ ഒരു കാലയളവിൽ 5 വർഷത്തെ കാലയളവിലോ അല്ലെങ്കിൽ 10 വർഷത്തെ കാലയളവിലോ ഇവർ എത്രമാത്രം റിട്ടേൺ ജനറേറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു പർട്ടിക്കുലർ ഫണ്ടിൽ മേൽ ജനറേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു CAGR കൊണ്ട് അർത്ഥമാകുന്നത്. ഇനി നമുക്ക് അറിയാവുന്ന പോലെ ഈ ഒരു മ്യൂച്വൽ ഫണ്ട് കമ്പനീസ് ഒരുപാട് ടൈപ്സ് ഓഫ് മ്യൂച്വൽ ഫണ്ട് കമ്പനീസ് ഉണ്ട്. പ്രധാനമായിട്ട് നമുക്ക് തരംതിരിക്കാൻ പറ്റുന്നത് ഒന്ന് ഇക്വിറ്റി അധിഷ്ഠിതമായിട്ടുള്ള മ്യൂച്വൽ ഫണ്ട് കമ്പനി. ഇക്വിറ്റി അധിഷ്ഠിതം എന്ന് പറയുമ്പോൾ നമ്മുടെ മാർക്കറ്റിൽ വലിയ കമ്പനീസ് ഉണ്ട്, ലാർജ് ക്യാപ്പ് കമ്പനീസ് ഉണ്ട്, അല്ലെങ്കിൽ മിഡ് ക്യാപ്പ് കമ്പനീസ് ഉണ്ട്, സ്മോൾ ക്യാപ്പ് കമ്പനീസ് ഉണ്ട്. ഇതിൻ്റെ മിക്സ്ഡ് ആയിട്ടുള്ള കമ്പനീസും ഉണ്ട്. അതിന്മേൽ നിക്ഷേപിക്കുന്ന വളരെ ക്ലാസിഫൈഡ് ആയിട്ട് നിക്ഷേപിക്കുന്ന ഫണ്ടാണ്. ഇതിൻ്റെ ബേസ് ഹെഡർ ഏതാണ്? ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടാണ്. രണ്ടാമതായിട്ടുള്ളത് ഡെപ്റ്റ് മ്യൂച്വൽ ഫണ്ടാണ്. അതായത് ഗവൺമെൻറ് കടപ്പത്രത്തിൽ മേൽ നിക്ഷേപം നടത്തുന്ന മ്യൂച്വൽ ഫണ്ട് കമ്പനീസ് ആണ്, അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിനെയാണ് നമ്മൾ ഡെപ്റ്റ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ആലോചിച്ചാൽ മനസ്സിലാക്കാന്നുള്ളൂ. ഡെപ്റ്റ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ റിട്ടേൺ മിനിമൽ ആയിരിക്കും, എന്നാൽ ഇത് കുറച്ചും കൂടി ഇക്വിറ്റിനേക്കാളും കുറച്ചും കൂടി സേഫ്റ്റി ഉണ്ട്. എന്നാൽ ഇക്വിറ്റിയിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ റിട്ടേൺ ഡെപ്റ്റ് മ്യൂച്വൽ ഫണ്ടിനേക്കാളും കുറച്ച് കൂടുതലുണ്ടാവും. എന്നാൽ ഈ ഡെപ്റ്റ് മ്യൂച്വൽ ഫണ്ടിനേക്കാൾ കുറച്ചും കൂടി റിസ്ക് എലമെൻ്റ് ഉണ്ട്. ഈ റിസ്ക് എലമെൻ്റ് ഈ ഒരു ലാർജ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും മിഡ് ക്യാപ്പിലും വ്യത്യസ്തമായിട്ടുള്ള ഈ റിസ്ക് എലമെൻ്റ് ഉണ്ട് എന്നും കൂടി നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ചുള്ള ഒരു ഇൻട്രൊഡക്ഷനും അതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റും അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള പാരാമീറ്റേഴ്സും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. മ്യൂച്വൽ ഫണ്ടിന് ഇത് മാത്രമല്ല, ഒരുപാട് ബീറ്റ വാല്യൂ എന്ന് പറയുന്ന പാരാമീറ്റർ ഉണ്ട്, അതല്ലെങ്കിൽ ഇതിൻ്റെ കോംപ്ലക്സ് ആയിട്ടുള്ള മറ്റുള്ള പാരാമീറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അത് ചെക്ക് ചെയ്ത് മ്യൂച്വൽ ഫണ്ട് വാങ്ങുന്നത് എപ്പോഴും നല്ലതാണെങ്കിൽ കൂടിയും ഇത്തരം ബേസിക് ആയിട്ടുള്ള ഘടകങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതിന് മുമ്പ് മറക്കരുത് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയുടെ പ്രധാന അജണ്ട. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് എത്താം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്